നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിലേക്കും സൗദിയിലേക്കും എത്തിച്ചേരാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് തിരിച്ചടി നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്നാൽ ദുബായിലെത്തി കുടുങ്ങുന്നവരുടെ അനുഭവങ്ങൾ കണ്ടിട്ടും കൂടുതൽ പേർ വീണ്ടും എത്തുന്നെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി. പ്രവാസികൾ എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന അതത് രാജ്യങ്ങൾ അതിർത്തികൾ തുറക്കാതെയും വിമാന സർവീസ് ആരംഭിക്കാതെയും ആരും അവിടങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കരുതെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെയും 35 മലയാളികൾ ദുബായിൽ എത്തിച്ചേർന്നു. ഈ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസ് എന്നാരംഭിക്കുമെന്ന് വ്യക്തമല്ല. ആയതിനാൽ തന്നെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ആരും തുനിയരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. IPF, KMCC, ഷാർജ, ഇന്ത്യൻ അസോസിയേഷൻ, മാർക്കസ് തുടങ്ങിയവയുടെ ഭാരവാഹികളുമായി ഈ വിഷയം കോൺസുലേറ്റ് അധികൃതർ ചർച്ച ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളിയും പങ്കെടുത്തു. ഭീമമായ തുക നൽകി ദുബായിലെത്തി ക്വാറന്റീനിൽ കഴിഞ്ഞിട്ട് പോകുന്നത് പ്രായോഗികമല്ല. കോവിഡ് വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇതിലെ അപകടവും എല്ലാവരും തിരിച്ചറിയണമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ആരും അനധികൃതമായി ദുബായിൽ തങ്ങരുതെന്നും തിരികെ പോകണമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് EP ജോൺസണും വ്യക്തമാക്കി. 1400 പേർ ഇങ്ങനെ ഇരു രാജ്യങ്ങളിലേക്കും പോകാനായി എത്തി ദുബായിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവരുടെ കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണെന്നും ഇതര സംഘടനാ ഭാരവാഹികളും അറിയിച്ചു. UAE-യിൽ കുടുങ്ങിയ സൗദി, കുവൈറ്റ് വിസക്കാർക്ക് തിരിച്ചു പോകാൻ 330 ദിർഹത്തിന് ടിക്കറ്റ് നൽകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. pbsk.dubai@mea.gov.in എന്ന മെയിലിലോ 0543090571 എന്ന വാട്സാപ്പിലോ ബന്ധപ്പെടാമെന്നും അധികൃതർ വ്യക്തമാക്കി. എല്ലാവരും UAE ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശം ശക്തമായി പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.